ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു സർപ്രൈസ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ പോയി തിരിച്ച് വരുന്ന വഴിക്ക് റംലത്ത് തന്നെ വിളിച്ചു. വരുന്ന വഴി ഇവിടെ ഇറങ്ങും മോളെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ഇറങ്ങി ചെന്നപ്പോഴല്ലേ കാണുന്നത് അവിടെ സൽമത്ത, റസീന, സഫിയത്ത, ഷെമി എല്ലാവരും ഉണ്ടായിരുന്നു. അവിടെ നല്ല നമ്മുടെ ഡ്രാഗണിൻ്റെ വിളവെടുപ്പ് നടക്കുക. ഇതുണ്ടോ നമ്മുടെ ഡ്രാഗണ് ഞങ്ങൾ ഹാർവെസ്റ്റ് ചെയ്യാണ്. എല്ലാവരും കണ്ടോളി. ഇതോ ഇതല്ലേ മുള്ളു മുള്ളു. തുറന്ന് കാണിച്ചു വേറെ കാണിക്കാം. അടിപൊളി സെറ്റാണ് ഇത്. ഞങ്ങളെ രണ്ടാളെയും മുഖം കുറച്ച് വിട്ടെടുത്ത ഞങ്ങളെ മുഖം ഈ കളർ ഒന്നല്ലേ പിന്നല്ലാണ്ട് അടിപൊളി. കോയിനറക്കണ പോലെ ഇറക്കി ചോര വരുന്നുണ്ട്. കണ്ടേ കോയിനറക്കുമ്പോ ചോര വരൂലേ? ഇല്ലാതെ കെട്ടങ്ങളെ രണ്ടാളെയും കൂടി ഒരു ഡ്രാഗന് കട്ട് ചെയ്യാൻ വയ്യാത്ത ആൾക്കാരാണ് നിൽക്കുന്നത്. ഒരു പൂ പോലും പൊട്ടിക്കാത്ത ഹൃദയമുള്ളവരാണ്. മൃദുലമായ കൈകളാണെന്നോ? ഞങ്ങളതിൽ നിൽക്കട്ടെ. നമ്മൾ ഈ കാണുന്ന മാതിരിയല്ല, നമ്മളെ മനസ്സ് അത്ര ലോലാണ്. ഇത് കട്ട് ചെയ്തെടുക്കാനുള്ള ഒരു പ്രയാസമാണ് അല്ലേ? കട്ട് ചെയ്യാൻ അറിയിട്ടില്ല. അത്ര സോഫ്റ്റ് ആണ് ഞങ്ങളെ വിശാലമായ ഹൃദയമുള്ള കത്തിയിട്ടൊന്നും അറിയാൻ പറ്റില്ല. നല്ല വിളഞ്ഞു നിൽക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഇതും തന്നെ കഴിച്ചു നോക്കിയിട്ടില്ലേ. നല്ല മധുരമുണ്ട്. പുഴുണ്ടോ? ഈ ഡ്രാഗൺ ഫ്രൂട്ട് സമയത്തിന് അറുത്തില്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ഇടയ്ക്ക് വെള്ള പുഴുക്കൾ ഇതിന്റെ ഉള്ളിൽ കൂടെ വരും. അതുകൊണ്ട് സമയം ആഴുമ്പോഴേ അത് മറക്കാൻ നോക്കുക. ഇങ്ങനെ ഇങ്ങനെ ചീന്തിട്ടേ ഡ്രാഗൺ ഫ്രൂട്ട് പറിക്കുന്ന കാഴ്ചകളും ചിരികളും തമാശകളും വിശേഷങ്ങളും, മരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ടുകൾ, വിളവെടുപ്പിൻ്റെ ആവേശം, എല്ലാവരുടെയും സന്തോഷം, ചിരികളും തമാശകളും എല്ലാം കൂടി ഒരു ആഘോഷാന്തരീക്ഷം തന്നെ ഇരുന്നു കേട്ടോ അവിടെ. അങ്ങോട്ട് വീഡിയോ അങ്ങോട്ട് അടിക്കാം. ഞാൻ വായിക്കട്ടെ. നല്ല മധുരം. പുഴൊന്നും അപ്പൊ ഞാൻ കട്ട് ചെയ്തു. അവന്റെ കുട്ടിക്ക് കൊടുത്തിട്ട് റംലത്തെ പുഴുവിനെ കണ്ടപ്പോ ബാക്കൊക്കെ നിന്നു. എനിക്ക് വേണ്ടാന്നും പറഞ്ഞിട്ട് ആ പുഴുവിനൊക്കെ കളഞ്ഞിരുന്നു കേട്ടോ. ഒരു ഡ്രാഗൺ ഇതിന്റെ മുട്ട ഉണ്ടാവുക. ഇതാണ് ഫസ്റ്റ് ഇതിലുണ്ടാവുക. പിന്നെ ഇതാ, പിന്നെ സെക്കൻഡ് ഇതാ ഇതുപോലെ ഉണ്ടാവും. പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിലൊക്കെ ഇനി മൂക്കാനായി നിൽക്കണം. ഇതൊക്കെ ഒരു 2 മാസം കഴിയുമ്പോഴേക്കിനാവും. കാരണം നല്ല ഇങ്ങനെ ഇതിങ്ങനെ വിരിയില്ലേ, നല്ല പോലെ വിരിയും. അല്ല ഇതിന്റെ ഇവിടെ ഉണ്ടാവുക. ഇത് പൂവ് വിരിഞ്ഞു കഴിഞ്ഞത് അല്ലേ? ഇതിന്റെ കായ അവിടെ ഉണ്ടാവുക. ഇതിലാണ് കായ ഉണ്ടാവുക. പിന്നെ അത് കണ്ടിക്കോളൂ. പിന്നെ അത് ഇങ്ങനെ ആവും. പിന്നെ അതാ ഇങ്ങനെ ആവും. അതിന് ശേഷം ഇതാ ഇതുപോലെ ആവും. അതിനുശേഷം ഇത് കണ്ടില്ലേ? ആ പൂവ് കൊഴിഞ്ഞു പോയാൽ അങ്ങനെ ഉണ്ടാവും. ഇനി ഇത് വലുതായിട്ടാണ് നമ്മളെ ആ റെഡ് കളർ പർപ്പിൾ കളറിൽ കണ്ടില്ലേ ഉണ്ടാവുക. അതിന് ശേഷം അതാ ഇതുപോലെ ആവും. പിന്നെ ഇതിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഇതിങ്ങനെ കട്ട് ചെയ്യുക, ഇങ്ങനെ എടുക്കുക, ഇത്രേ ഉള്ളൂ. മത്തിയും പുളിയാ? മത്തിയല്ല, ഇറച്ചി, ബീഫാണേ. വേപ്പുമരം ഒന്നാമത് എനിക്ക് ചാടിയാ.
കളർഫുൾ അച്ചമ്പൊടിയിലെ അടിപൊളി സെറ്റപ്പ്. ഇതെന്താ അടിപൊളിയാണ്. അത് കണ്ടില്ല, അതിക്ക് അടിപൊളിയാവാൻ വെച്ച്. ഇത് നമ്മളെ എന്താ ഇതിന് പറയാ, റംബുട്ടാൻ അതെ മധുരമുള്ള റംബുട്ടാൻ. ഇനി അവിടെ ഇതുകൂടി കഴിയും. റംല ഒരു രക്ഷയില്ലട്ടാ. റംലത്താൻ്റെ ഇറച്ചി മുളി ഉണ്ടല്ലോ, അടിപൊളിയാണ്. നല്ല ടേസ്റ്റ്. ഞാൻ ഫ്രൂട്ട്സും ഉണ്ട്. ഇനിയൊരു പൂവട അടിക്കാൻ അല്ല അഷ്റഫാക്കാക്ക് എടുത്തേച്ചു. ഇത് തിന്നാൻ അതിനെ വിളിച്ചോളെ. സെഫിയത്താൻ്റെ പൂവട അടിപൊളിയായിരുന്നു കേട്ടോ. ഇറച്ചിയും പൊളിയും തിന്നാണെങ്കിൽ ഇങ്ങനത്തെ ഇറച്ചിയും പൊളിയും തന്നെ അടിപൊളി രുചിയിലിരുന്നു. നല്ല ചൊടിയുള്ള ഇറച്ചിയും പൊളി. ഈ 2 പൂവടയൊക്കെ തിന്നിക്കണ ഓരോരുത്തർ ഇറച്ചിയും പൊളിൻ്റെ ടേസ്റ്റ്. റംബുട്ടാനും അതിന് എരിട്ടോ നന്നായി, ഇല്ലെങ്കിൽ തികയില്ലേ. ഞാനേ അടുത്തുണ്ടാകുമ്പോ ഇടക്ക് ഞാൻ ഒരു തോരണില്ല, കുരുമുളകിന്റെ പൊടി ഇടുള്ളൂ. ഞാൻ മഞ്ഞപ്പൊടി ഇട്ടിട്ട് കുറച്ച് മുളക് പിന്നെ കുരുമുളക് പൊടി രസം ഇടും. വെള്ളം ചാണ് ഇറച്ചി കൂടെ രസം കൊണ്ട് തിന്ന ഞാൻ. ഇല്ലെങ്കിൽ ഞാനും തന്നെ രസം കൊണ്ട് ഇഷ്ടമാണ്. ഞാൻ മീൻകറിയും പൊറാട്ടെ. കുറ്റിപ്പുറത്തെ ചോറും മീനെന്ന് അറിയണ പോലെ റംലത്താന്റെ ഇറച്ചിയും പോളി. റംലത്ത കുറ്റിപ്പുറംകാരി ആയതുകൊണ്ടാണോ എന്നറിയില്ല, നല്ല കൈപ്പുണ്യുണ്ട് റംലത്താക്ക്. കുറ്റിപ്പുറംകാരി ആയതുകൊണ്ടായിരിക്കൂലേ. എന്തായാലും മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ. ഷെമി നല്ലപോലെ എരി വലിക്കുന്നുണ്ട്. തീറ്റ നിർത്തുന്നുണ്ടോ? അതോട്ടില്ല. അതാണ് ഇറച്ചിയും പുള്ളിൻ്റെ ടേസ്റ്റ് കൊണ്ടാണ് കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണേ. എല്ലാവരും തന്നെ കേട്ടോ, ഞാനൊക്കെ നല്ല കഴിച്ചു. ഷെമി എരി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്താണെന്നറിയോ, റംബുട്ടാനും രാവിലെ ഉണ്ടാക്കിയപ്പോൾ അത്ര ആയിരില്ലാന്ന്. ഞങ്ങൾ വരികയായിരുന്നപ്പോൾ കുറച്ചും കൂടി മുളകും പൊടി ഇട്ടും തോന്നുന്നുണ്ട്. അടിപൊളിയാണ്. എന്താ ഇറച്ചി പൊള്ളിയെ പറ്റി പറയാനുള്ളത്? ഇറച്ചി പൊടി തിന്നതിന് മുമ്പ് ഞാൻ കൊറേ പറഞ്ഞു, പക്ഷെ ഇപ്പൊ എരിഞ്ഞിട്ട് തൊള്ളിന്ന് ഇറച്ചി പൊളിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പരണെന്നൊക്കെ ഉദ്ദേശിച്ച് തിന്നൽ തുടങ്ങിയത്. പക്ഷെ തീറ്റ കഴിഞ്ഞപ്പോ വായിന്ന് വെള്ളം വന്നിട്ട് മൂക്കുന്ന് വെള്ളം വരിക, കണ്ണെന്ന് വെള്ളം വരിക, ഒന്നും പറയാൻ പറ്റില്ല. അത്രക്ക് എരി. ഡ്രാഗണിൻ്റെ ഹാർവെസ്റ്റിങ്ങും ഇറച്ചിയും പോളിയും തീറ്റയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ബുഷ്രത്താൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. ബുഷ്രത്തി ഹസ്ബൻഡ് ഹജ്ജ് കഴിഞ്ഞ് വന്നതായിരുന്നു. വന്നിട്ട് 1 വീക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ഒന്ന് കുറച്ച് സമയം അവരോട് സംസാരിച്ചു. പക്ഷേ വീട്ടിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങളുടെ ശ്രദ്ധ മുഴുവൻ പിടിച്ചു പറ്റിയതേ അവിടുത്തെ പ്രകൃതി ഭംഗി കേട്ടോ. വീടിൻ്റെ പുറത്തുനിന്നും തുടങ്ങിയ ചുറ്റുമുള്ള പച്ചപ്പും മനോഹരമായ ചെടികളും കണ്ടപ്പോൾ അവിടെ കുറച്ച് സമയം കൂടി ചെലവഴിക്കണമെന്ന് തോന്നി. അവിടെ ചെന്നിട്ടേ പെട്ടെന്ന് പോരാനായിരുന്നു കേട്ടോ പ്ലാന്. പക്ഷേ ആ അന്തരീക്ഷം കണ്ടപ്പോൾ ഇത്രയും പെട്ടെന്ന് പോകണോ എന്നൊരു ഫീല്. അതുകൊണ്ട് കുറച്ച് സമയം അവിടെ നിന്ന് ഫോട്ടോകൾ എടുത്തു കാഴ്ചകൾ ആസ്വദിച്ചു. അങ്ങോട്ട് കയറുമ്പോൾ തന്നെ മനസ്സിന് അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേക സന്തോഷവും സമാധാനമൊക്കെ കിട്ടുന്നുണ്ട്. ചില സ്ഥലങ്ങൾ അങ്ങനെയാണില്ലേ, അവിടുത്തെ കാറ്റിനും പച്ചപ്പിനും ഒരു പ്രത്യേക പോസിറ്റീവ് വൈബ് ഉണ്ടാവും. വീടാണോ റിസോർട്ടാണോ എന്ന് തോന്നിപ്പോകുന്ന ആംബിയൻസ്, ചുറ്റും നിറയെ ചെടികൾ, മനോഹരമായ സെറ്റപ്പ്, കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്ന കാഴ്ചകൾ. ശരിക്കും പറഞ്ഞാൽ അവിടെ കുറച്ച് സമയം ഇരുന്നാൽ ടെൻഷനൊക്കെ പാതി കുറയും. നിലാവൊരു സുന്ദരിയായി കേട്ടു വഴിയരികിൽ നിറഞ്ഞൊരു മൈലാഞ്ചി കഥകൾ, കാതിൽ കൊതിയേറും ഇലാഹിൻ അന്തിൻ നിശലലകൾ, കാണാത്തൊരു ലോകം നീന്തിയ അനുരാഗക്കോള്, കണ്ടൂരാവിതളിൽ നിലാവൊരു സുന്ദരിയായി നിന്ന് കേട്ടു വഴിയരികിൽ നിറഞ്ഞൊരു മൈലാഞ്ചി കഥകൾ,
കണ്ടു രാവിതളിൽ നിലാവൊരു സുന്ദരിയായി നിന്നു. കേട്ടു വഴിയരികിൽ നിറഞ്ഞൊരു മൈലാഞ്ചി കഥകൾ. കാതിൽ കൊതിയേറും ഇലാഹിന്നാത്തൊരു ലോകം നീന്തിയ അനുരാഗക്കോള്. കണ്ടു രാവിതളിൽ നിലാവൊരു സുന്ദരിയായി നിന്ന്. കേട്ടു വഴിയരികിൽ